കണ്ണൂരിൽ വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ പൊസസ് വെൽനസ് ഇന്ത്യ LLP രണ്ടാം വാർഷികാഘോഷം സെപ്റ്റംബർ 25-ന് ഹോട്ടൽ റെയിൻബോ സ്യൂട്ടിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗിന്നസ് ആൽവിൻ റോഷന്റെ മാജിക് മെന്റലിസം ഷോയും അരങ്ങേറും. അപ്പോൾ ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത് ലഭിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായിരുന്നു സത്യത്തിൽ ലഭിക്കേണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഫലപുഷ്ടമായ മണ്ണിൽ നിന്ന് കൃഷി ചെയ്യപ്പെടാത്തത് കൊണ്ട് നമുക്കത് ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കത് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ സപ്ലിമെൻറ്റ്സ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവുണ്ടാവുകയും നമ്മൾ രോഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിലുള്ള കുറവുകൾ പരിഹരിക്കാൻ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പേസസ് വെൽനസ് എന്ന് പറയുന്നത്, ഇത് കണ്ണൂരിലെ വെയ്ക്ക് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് വെയ്ക്ക് എക്കണോമിക് ഫോറം. ഈ വെയ്ക്ക് എക്കണോമിക് ഫോറത്തിന് വിവിധങ്ങളായ വെഞ്ചേഴ്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ചാരിറ്റിയൊക്കെയാണ് ഈ കമ്പനി ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാന മുദ്ര. അതിൻ്റെ ഭാഗമായിട്ട് പ്രവാസികൾക്ക് സുരക്ഷിതമായ നിക്ഷേപം ഒരുക്കുക കൂടി ചെയ്യുകയാണ് ഈ എക്കണോമിക് ഫോറം ചെയ്യുന്നത്. ഈ എക്കണോമിക് ഫോറത്തിൻ്റെ 7ാമത്തെ ഒരു വെഞ്ചറാണ് പേസസ് വെൽനസ്. പേസസ് വെൽനസ് ചെയ്യുന്നത് നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സുകൾ അവർക്ക് അഫോർഡബിൾ പ്രൈസിൽ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും സാധാരണക്കാരന് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ്. സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പം സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകളെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പേസസ് ലക്ഷ്യം വെക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രിയിൽ വൻ മുന്നേറ്റം നടത്താൻ ഈ 2 വർഷം കൊണ്ട് പേസസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ PP അബ്ദുൽ സലാം അറിയിച്ചു. ഈ മേഖലയിൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ കുറഞ്ഞ നിരക്കിൽ ഉയർന്ന നിലവാരമുള്ള ഫുഡ് സപ്ലിമെന്റ് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരു സമൂഹം നിർമ്മിക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. അതിനായി രോഗം വരാതിരിക്കാൻ ഉപയോഗിക്കപ്പെടേണ്ട വസ്തുവെന്ന നിലക്ക് പരമാവധി ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് PP അബ്ദുൽ സലാം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KP ശശിധരൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T തഫ്രീസ, സീനിയർ മാനേജർ CM അനീഷ്, മാനേജർ ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു.